അമ്മേ, റിസോർട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെ അഞ്ജലി ഈ പെണ്ണിനോട് പറയുമെന്ന് എന്റെ സംശയം. അവള് പറയാതിരിക്കില്ല. ദേ അമ്മേ, ഇനിയെങ്കിലും അഞ്ജലിയുടെ ബന്ധുക്കളെന്ന് പറഞ്ഞ ഒരെണ്ണം ഇങ്ങോട്ട് വരാൻ പാടില്ല. അമ്മ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. എന്റെ ഈശ്വരം, എന്തൊക്കെയാ കേൾക്കുന്നേ? അശ്വതി ചേച്ചിക്കെതിരെ പോലീസ് കേസോ? ചേച്ചി സുഗുണേട്ടന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് വിദ്യയുടെ 25 പവന്റെ സ്വർണം മോഷ്ടിച്ചോണ്ടാണത്രേ. അശ്വതി ചേച്ചി പോയിട്ടാണത്രേ വിദ്യ ആ വിവരം അറിഞ്ഞ്. ഇത് കള്ളക്കഥയാ. അതാർക്കാ അറിയാത്തെ? സുഗുണേട്ടൻ ഇന്നലെ വീട്ടിൽ ഒന്ന് ബഹളം വെച്ചു. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ചേച്ചി? അശ്വതി ചേച്ചി എവിടാന്ന് ഒരു വിവരമില്ല. കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക സുഗുണേട്ടൻ. ഇനി ചേച്ചി ഇവിടെ പോയിന്ന് അയാളോട് ആരും ചോദിക്കത്തില്ലല്ലോ. ചേച്ചി തിരിച്ചു വന്ന വീട്ടിൽ കയറ്റാതിരിക്കാനാ ആ ദുഷ്ട ഇങ്ങനൊരു അടവെടുത്ത്. വിദ്യയുടെ ഒരു തരി സ്വർണം പോലും ബാക്കി വെക്കാതെ ചേച്ചി കൊണ്ടുപോയെന്ന് അയാള് പറയുന്നത്. അയാളുടെ അഭിനയം കാണേണ്ടതായിരുന്നു. വിദ്യ കരച്ചിലോട് കരച്ചിലാണത്രേ. അയാളുടെ പറച്ചിലേട്ടാ ആര് സത്യമാണെന്നേ പറയൂ. പിന്നെ ചേച്ചിക്ക് സ്വഭാവ ദൂഷ്യം അയാൾ ആരോപിച്ചു. അയാളുടെ ഏട്ടന്റെ മോൻ ആ വീട്ടിലുണ്ടത്രേ. അവരെ ഒന്നിച്ച് പിടികൂടിയപ്പോ നാണം കെട്ട ചേച്ചി പോയെന്ന്. നമ്മുടെ ചേച്ചിയെ പറ്റി ഇങ്ങനൊക്കെ അപവാദം പറഞ്ഞ എങ്ങനെ സഹിക്കും ചേച്ചി? ചേച്ചി പുറത്താക്കാൻ അവരുണ്ടാക്കിയ കള്ളക്കഥയാതും. സഖിയിട്ട് അശ്വതി ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയെ. പോലീസ് വന്ന് ഞങ്ങളെ തിരിച്ചു വരട്ടുമായിരുന്നു. അശ്വതി ചേച്ചി ഇവിടെ വന്ന കാര്യം ഞങ്ങളെ പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാ മോളെ. ചേച്ചിയെ കണ്ടിട്ടും ഒന്ന് സംസാരിക്കാൻ പോലും ഞാൻ തയ്യാറായില്ല. റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരായിരുന്നു. ചേച്ചി ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. തിരിച്ചു വന്നപ്പോഴാ ചേച്ചി പോയ വിവരം ഞാൻ അറിയുന്നത്. 25 പവനും 5 ലക്ഷം രൂപയും കൊടുത്തെങ്കിൽ ചേച്ചിക്ക് അവസ്ഥ വരില്ലായിരുന്നു. ഞാൻ കുറ്റപ്പെടുത്തുന്നു തോന്നരുത്. ചേച്ചി മനസ്സ് വെച്ചെങ്കിൽ അത് നടന്നേനെ. അച്ഛനും അമ്മയ്ക്ക് ആ സങ്കടം ഉള്ളത്. ദൈവം മുന്നിൽ കൊണ്ട് തന്നിട്ടും അശ്വതി ചേച്ചിയെ കൈവിട്ട് കളഞ്ഞില്ലേ? നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. മോളെ, പപ്പാ, ഈ കളർ എങ്ങനെയുണ്ട്? കൊള്ളാം. നീ ഫ്രൂട്ട്സിന് യെല്ലോ കൊടുക്ക. പിങ്ക. പപ്പയ്ക്കൊന്നും അറിയില്ല. പിന്നെ എന്തിനാ എന്നോട് അഭിപ്രായം ചോദിച്ചത്? പപ്പയ്ക്ക് സെൻസ് ഉണ്ടെന്ന് അറിയാൻ. എടി കളി, നിന്നെ ഞാനുണ്ടല്ലോ. മിസ്റ്റർ രവിശങ്കർ അല്ലേ? യെസ്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബെറ്റി, പ്രിയയുടെ ക്ലാസ്മേറ്റ്. ആ യെസ്, കം അകത്തേക്ക് വരൂ. പ്രിയ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാ കാണുന്നതല്ലേ? അതെ. പ്രിയ, നിങ്ങൾക്കും മകളാണ് അല്ലേ? ആ ഡി വാടി. എന്താ മോളുടെ പേര്? സുരഭി. ഉണ്ണിമോളെന്നും വിളിക്കും. ഈ മോളുടെ പേരെന്താ? അവളുടെ പേര് ആൻ മേരി എന്നാ. നല്ല രസമുള്ള പേര്. ഞങ്ങളുടെ മിസ്സിന്റെ പേരും ആൻ മേരി എന്നാ. രവി കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ടല്ലേ? ബെറ്റിയുടെ ഹസ്ബൻഡ്. ഞങ്ങള് ദുബൈയിലായിരുന്നു. വന്നിട്ട് കുറച്ചു ദിവസേ ആയുള്ളൂ. ആ മൈ ഗോഡ്, ബെറ്റി നീ എങ്ങനെ ഇവിടെ എത്തിടി? നീ ആളാകെ മാറിപ്പോയി. ഇത് മോളല്ലേ? എന്താ മോളുടെ പേര്? ആൻ മേരി. ആ, നിങ്ങൾ പരിചയപ്പെട്ടോ? ഞങ്ങൾ ഈ സിറ്റിയിൽ സെറ്റിൽഡ് ആയിട്ട് 2 ആഴ്ചയായി. നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് മുതൽ അന്വേഷിക്കുക.
രവിശങ്കറിന്റെ പേര് വെച്ചുള്ള അന്വേഷണം ഫലം കണ്ടു. ഹസ്ബൻഡ് എവിടെയാ? കക്ഷി 3 ദിവസമായി കൊച്ചിയില. ഇനി നാട്ടിൽ കൂടാനാ തീരുമാനം. കുറച്ച് ഐഡിയാസ് ഒക്കെ മനസ്സിലുണ്ട്. ആഹാ. രവിയെ കണ്ടെത്താൻ തിടുക്ക കാണിച്ചത് പുള്ളിക്കാരനാ. ഓ വെൽക്കം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വർഷങ്ങൾക്ക് ശേഷം തമ്മി കാണുകയല്ലേ, പറയാനും ചോദിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അച്ചായൻ രവിയെ വിളിക്കും. ആ തീർച്ചയായും, നമുക്ക് മീറ്റ് ചെയ്യാം. വാവേ. എന്താ നിന്റെ അച്ഛന്റെ പേര്? ജോർജ് എന്നാ. നിനക്ക് വന്ന മാറ്റം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാലം എന്നിൽ വരുത്തിയ മാറ്റം. ഇവര് കളിക്കട്ടെ, നീ വാ. വാ വാവേ. സൂക്ഷിച്ചു കേട്ടോ. നീ വാ. നീ ശബരിക്കൊപ്പം ഒരു ജീവിതം ആരംഭിച്ചിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. രവിയും നീ തമ്മിൽ വഴിപിരിഞ്ഞ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു കോമാളി കഥയാണെന്ന് തോന്നിപ്പോവാറുണ്ട്. അച്ഛന്റെ മുന്നിലൊന്ന് മുട്ടുമടക്കിയത് അച്ഛനെ തോൽപ്പിക്കാനായിരുന്നു. ഒടുവിൽ തോറ്റത് ഞാനും. എങ്കിലെന്ത്, രവിയെ പോലെ ജീവിതത്തിൽ കരുതലുള്ള ഒരു പുരുഷനെ ഭർത്താവായി കിട്ടിയില്ലേ? രവിയോട് ഒരു അല്പസമയം സംസാരിച്ചുള്ളൂ എങ്കിലും പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. നീ പറയുന്നത് സത്യോ? ശബരി ഏത് വഴിക്ക് പോയി? ആത്മഹത്യ എങ്ങാനും ചെയ്തിട്ടുണ്ടാവോ? എല്ലാത്തിനും സാക്ഷിയല്ലേ ഞാൻ. ശബരി ഇപ്പൊ ഈ സിറ്റിയിലുണ്ട്. ഈ സിറ്റിയിലോ? എന്നോട് പകവീട്ടാൻ. പ്രണയത്തിന് അങ്ങനെ ഒരു മുഖം കൂടിയുണ്ട്. നീ കരുതുന്ന പോലെ അല്ല എന്റെ ജീവിതം. ഞാൻ പറയാം. ഇനി തോൽക്കാൻ ശബരിക്കാവില്ല. നീ വരും എന്റെ കൂടെ. രവിശങ്കറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച്. ഉണ്ണിമോളുടെ അച്ഛൻ ഞാനാന്ന് ഞാൻ തുറന്നടിക്കും. നോ. പറയാൻ മാത്രമല്ല, അത് സ്ഥാപിക്കാനും ഈ ശബരിക്ക് കഴിയും. ശബരിയെ ഞാനൊന്ന് കണ്ടാലോ? അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്നാലൊന്ന് സംസാരിക്കാമല്ലോ. രവിയുടെ പിന്തുണയും സ്നേഹവും കൂടെ ഉണ്ടെങ്കിൽ ഈ വിഷയം എന്തുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൂടാ? ശബരിയുടെ കാര്യത്തിൽ എനിക്ക് കുറ്റബോധമുണ്ട്. പ്രതീക്ഷകൾ നൽകി അവനെ ഒപ്പം നിർത്താനാണ് ഞാൻ ശ്രമിച്ചത്. മോളെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവളുമായി ശബരിക്കൊപ്പം ഒരു ജീവിതം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചു. രവിയെ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ എനിക്കപ്പ കഴിയാതെ പോയി. നമുക്കൊന്നിനോട് വെറുപ്പ് തോന്നിയാൽ പിന്നെ ആ വഴിക്ക് ചിന്തിക്കാനേ പോവില്ലല്ലോ. പോരാത്തതിന് കുഞ്ഞമ്മയുടെ ഉപദേശങ്ങളും. രവി എന്റെ ജീവിതം നശിപ്പിക്കാമെന്ന ഒരാളായിട്ടായിരുന്നു എനിക്കന്ന് ഫീൽ ചെയ്തേ. രവി പറയുന്ന ഒന്നും എന്റെ കാതിൽ കയറിയില്ല. രക്ഷപ്പെട്ടു പോകുന്നുള്ള ചിന്ത എന്നെ മുന്നോട്ട് നയിച്ചു. പക്ഷെ തീരെ പ്രതീക്ഷിക്കാതെയാ കുഞ്ഞ് ജനിച്ചത്. അതെനിക്കൊരു ഷോക്കായി. അങ്ങനെ ഡിവോഴ്സിന്റെ സാധ്യത പെട്ടെന്ന് മങ്ങി. പിന്നെ കുഞ്ഞിലുള്ള അവകാശമായി. അവിടെ ഞാൻ തോറ്റു. ശരിക്കും പറഞ്ഞാൽ ദൈവം എന്റെ അകക്കണ്ണ് തുറപ്പിക്കായിരുന്നു. അപ്പോഴേക്കും ശബരി എനിക്കൊരു ബാധ്യതയായി കഴിഞ്ഞു. കാമുകന്റെ മുഖം വില്ലനിലേക്ക് മാറി. എന്റെ ഇതേ വിധിയുള്ള സ്ത്രീകൾ സമൂഹത്തിൽ വേറെയും ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ എന്റെ ജീവിതത്തിൽ 2 വഴികൾ മാത്രമേ ഉള്ളൂന്ന് ഞാൻ തിരിച്ചറിയാൻ പറ്റി. ഒന്നുകിൽ രവിക്കൊപ്പമുള്ള ജീവിതം, അല്ലെങ്കിൽ മരണം. പ്രിയ, നീ രണ്ടിലൊന്ന് സംഭവിച്ചേ തീരും. ശ്വാസം മുട്ടിയുള്ള ജീവിതം എനിക്ക് അധികകാലം തുടരാൻ പറ്റില്ല. രവിയോട് മനസ്സ് തുറക്കാനും എനിക്ക് കഴിയില്ല.
എന്താ ഉടനെ കാണണമെന്ന് ബാലമാമ പറഞ്ഞത്? കാരണമുണ്ട്, അവൻ വന്നിട്ടുണ്ട്. ആര്? നീ ഒന്ന് പുറത്തേക്ക് വാടാ. നിനക്ക് അവനെ മനസ്സിലായോ? ആരാ അയാള്? ഫ്രാങ്കോ. ഓ, ഇതുവരെ ഇവൻ എവിടെ ആയിരുന്നു? ഗോവയ്ക്ക് പോയെന്നല്ലേ ബാലമാമ പറഞ്ഞത്? ഞാൻ എങ്ങും പോയില്ല സാറേ, ഇന്നലെ വരെ തടങ്കലിലായിരുന്നു. ആ റിസോർട്ടിൽ വെച്ച് സംഭവിച്ച എന്താണെന്ന് ഇവൻ പറയും. എന്താടോ? അന്ന് ഞാൻ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയാ സാറേ, എന്നെ കണ്ടവൾ ബോധം കെട്ട് വീണു. പെട്ടെന്നാ പിന്നിൽ നിന്നൊരാക്രമണം ഉണ്ടായത്. ആദ്യം തലയ്ക്കുള്ള അടിയായിരുന്നു. ഞാൻ കണ്ണു തുറക്കുമ്പോ ഒരു ഗോഡൌണില്ല. ഇന്നലെ ഒരു സാഹചര്യം ഒത്തുവന്നപ്പോ ഞാൻ പുറത്തു ചാടി രക്ഷപ്പെട്ടതാ. നിനക്ക് നേരെയുണ്ടായ അറ്റാക്കിന് പിന്നിൽ ആരാണെന്ന് വല്ല പിടിയുണ്ടോ? ഒരു രവിശങ്കറാണെന്നാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരാൾ എന്റെ മുന്നിൽ വന്നിട്ടില്ല. ഈ രവിശങ്കർ ആരാന്ന് നിനക്ക് മനസ്സിലായോ? സുപ്രിയയുടെ ഹസ്ബൻഡ്. ഓഹോ. കാര്യങ്ങൾ അവൾ മണത്തറിഞ്ഞിരുന്നു. അപ്പൊ തന്നെ അവൾ രവിശങ്കറിനെ വിളിച്ചിട്ടുണ്ടാവും. എന്താ ഇനി ഫ്രാങ്കോയുടെ പരിപാടി? ഇനി ഇതെന്റെ വാശി കൂടിയാ സാറേ. ഏറ്റെടുത്ത ജോലി തീർത്തിട്ടേ ഞാൻ പോകും. ഫ്രാങ്കോ മുറിയിലേക്ക് ചെല്ല്. ഇന്നലെ രാത്രി വന്നതാ ഇവൻ. രവിശങ്കറുമായി ആ പെണ്ണിന് കണക്ഷൻ ഉണ്ടെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അവളുടെ മറ്റൊരു കവചമാണവൻ. രംഗത്ത് വരാതെ മറിഞ്ഞിരുന്ന് മറ്റൊരു ചരട് വലിക്കുക രവിശങ്കർ. അഷ്ടിക്ക് വകയില്ലാത്ത പെണ്ണാണ് അഞ്ജലി എന്ന് ഉപേന്ദ്രന്റെ കണക്കൂട്ടിൽ ഇപ്പൊ പഴിച്ചില്ലേ? അവളുടെ വിരൽത്തുമ്പിൽ ആളും അർത്ഥവുമുണ്ട്. ഈ രവിശങ്കറിനെതിരെ നമുക്കൊന്നും ചെയ്യാനാവില്ല. അറിഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങാനേ കഴിയൂ. നേരിട്ടൊരു ഫൈറ്റ് വേണ്ട. ഫ്രാങ്കോ പുറത്തു വന്ന സ്ഥിതിക്ക് അവനെ വെച്ചിനി നമ്മൾ കളിക്കും. കുറച്ച് കരുതൽ കൂടി വേണം. ബാലമാമ ധൈര്യമായിട്ടിരിക്കെ. മൂന്നാം ഊഴം നമുക്ക് പിഴക്കില്ല. പിഴക്കില്ല. പറയുന്നത് ഉപേന്ദ്രനാ. അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ വെൽ പ്ലാൻഡ് ആയിട്ട് നടത്തിയ ഓപ്പറേഷനിൽ നിന്ന് അവൾ എങ്ങനെയാ രക്ഷപ്പെട്ടതെന്ന്? അവൾക്ക് രവിശങ്കറുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്ന് സാന്ദ്ര പറഞ്ഞത് ആരും ചെവിക്കൊണ്ടില്ല. സത്യം അതാണെന്ന് തെളിഞ്ഞില്ലേ? ആ സമയത്ത് രവിശങ്കറിന്റെ ആൾക്കാർ അവിടെ എത്തണമെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറിന് മുമ്പെങ്കിലും അവൾ രവിശങ്കറിനെ ഇൻഫോം ചെയ്ത് കാണണം. തീർച്ചയായും വേണം. സിറ്റിയിൽ നിന്നൊരു വണ്ടിയിലെത്തി ആ റിസോർട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം വേണം. 8 മണിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുമെന്ന് സുധി അവളോട് പറഞ്ഞിട്ടില്ലേ? ആ വിവരം പകൽ തന്നെ രവിശങ്കറെ അവൾ അറിയിച്ചു കാണും. അങ്ങനാ ഞാനും ബാലമാമയും സംശയിക്കുന്നത്. അവൻ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. നീ ചെന്ന് അഞ്ജലിയെ വിളിക്കും. ഞാൻ തെളിയിച്ചു തരാം. തത്ത പറയും പോലെ അവള് കാര്യങ്ങൾ പറയും. നിക്ക്, നീ ഇപ്പൊ പോണ്ട. അവളോട് ചോദിക്കണ്ടെന്നാണോ അമ്മ പറയുന്നത്? എന്താ നീ അവളോട് ചോദിക്കാൻ പോകുന്നത്? ബാലരാമൻ അയച്ച കൊലയാളിയെ തടഞ്ഞത് രവിശങ്കർ ആണെന്നോ? അവളോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാമേ. വേണ്ട, ഇനി ആരും ആ വിഷയം ഇവിടെ ആവർത്തിക്കരുത്. ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയാനാ ഞാൻ ശ്രമിക്കുന്നത്. രവിശങ്കറാണ് അവളെ രക്ഷിച്ചതെങ്കിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയും.
അങ്ങനെ ഒരു നല്ല മനസ്സ് രവിക്കുണ്ടായല്ലോ. അമ്മയുടെ സ്വരത്തിനെന്താ ഒരു മാറ്റം? സ്വന്തം തീരുമാനങ്ങളിൽ അടിയുറച്ച് ജീവിച്ചോളാ ഞാൻ. മക്കളുടെ വാക്കുകൾക്ക് ചെറുതായിട്ടൊന്ന് കാതു കൊടുത്തപ്പോ എനിക്ക് വഴിതെറ്റി. ഇനി ഞാനത് ആവർത്തിക്കില്ല. സുധിയും സാന്ദ്രയും തമ്മിൽ ഒരു വിവാഹ ജീവിതത്തിന് വിധിയുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതൊക്കെ ദൈവനിശ്ചയം. അതിനുവേണ്ടി ആരും കാത്തിരിക്കണ്ട. ഇത് ഞാൻ തരുന്ന താക്കീതാ. അമ്മ പാടെ മാറിപ്പോയി. എല്ലാം ദൈവവിധിക്ക് വിട്ടിരിക്കുക. ഒരു ദൈവവിധിക്ക് വേണ്ടിയും ഉപേന്ദ്രനെ കാത്തിരിക്കില്ല. ഒരു കാര്യം ഇപ്പൊ ഉറപ്പായി, അഞ്ജലിക്ക് നേരെ ഇനിയുള്ള ഒരു ചരടുവലിയും അമ്മ അറിയരുത്. അമ്മ നമ്പാട്ടമ്മയായിരുന്നാൽ മാത്രം മതി. സാന്ദ്രയോട് ഇത് ആരാ പറഞ്ഞത്? മല്ലികയെടുത്തി. സുധിയേട്ടൻ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ലല്ലേ? നമ്പാട്ട് നടക്കുന്ന ഓരോ വിവരങ്ങളും അഞ്ജലി അപ്പ തന്നെ രവിശങ്കറെ വിളിച്ച് പറയുന്നുണ്ട്. അവൾ ആ വീട്ടിൽ എങ്ങനെ കഴിയുന്നു വരെ രവിശങ്കറിനറിയാം. അവളെ രക്ഷപ്പെടുത്തിയത് അയാളാണെന്ന് അവള് മല്ലികയെടുത്തിയോട് പറഞ്ഞോ? അവൾ അങ്ങനെ പറയൂ? സുധിയേട്ടൻ ചോദിച്ചു നോക്ക്. അവൾക്കൊന്നും അറിയത്തില്ലെന്നേ പറയൂ. അവളെ കൊന്നുകളയാൻ അവിടെ ചെന്നയാൾ ഇന്ദ്രേട്ടനെ കാണാൻ വന്നു. തലക്കടിച്ച് ബോധം കെടുത്തി അയാളെ രവിശങ്കറിന്റെ ആളുകൾ പുറത്തേക്ക് കൊണ്ടുപോയി. കൂടെ രവിശങ്കർ ഉണ്ടായിരുന്നില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? സുധിയേട്ടൻ വരുമ്പോ അവള് ബോധം കെട്ട് താഴെ കിടക്കായിരുന്നു എന്നല്ലേ പറഞ്ഞത്? പച്ച കള്ളോ അത്. സുധിയേട്ടൻ വരുന്നത് വരെ അവൾക്കൊപ്പം അയാൾ ഉണ്ടായിരുന്നു. സുധിയേട്ടന്റെ മുന്നിൽ അവൾ കാണിച്ചതൊക്കെ അഭിനയോ. അവളോട് ഇത് എങ്ങനെ ചോദിക്കും? എല്ലാം ഞാൻ കൂടി അറിഞ്ഞിട്ടാണെന്ന് അവള് കരുതില്ലേ? അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനാണോ സുധിയേട്ടൻ? സുധിയേട്ടൻ ഒരു അനോണിമസ് കോള് വന്നു അവളോട് പറ. അവള് സമ്മതിക്കില്ല. രവിശങ്കറിനെ അറിയിച്ചിട്ടില്ലെന്നേ അവള് പറയൂ. അപ്പ അഞ്ജലി ആരാണെന്ന് സുധിയേട്ടന് മനസ്സിലാവും. അഞ്ജലി, ഞാൻ ചില വിവരങ്ങൾ അറിഞ്ഞു. അതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് അഞ്ജലിയിൽ നിന്നേ അറിയാൻ കഴിയും. എന്താ സുധിയേട്ടാ? റിസോർട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളിൽ അഞ്ജലി എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ആക്രമിക്കാൻ വന്നയാൾ മുറിയിൽ കയറുമ്പോഴേക്കും അഞ്ജലി ബോധം കെട്ട് വീണു എന്നല്ലേ പറഞ്ഞത്? അതെ. അയാൾ അഞ്ജലി ആക്രമിക്കാൻ വന്നതിന്റെ കാരണം അഞ്ജലിക്ക് അറിയും. ഞാനെങ്ങനെ അറിയാനാ? സുധിയേട്ടൻ വന്നതിന് ശേഷമല്ലേ എനിക്ക് ബോധം തിരിച്ചു കിട്ടിയത്. പക്ഷേ അയാളെ തടഞ്ഞത് ആരാണെന്ന് അഞ്ജലിക്ക് അറിയില്ലേ? അറിയാം. പിന്നീട് എന്നെ രക്ഷിച്ചത് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സുധിയേട്ടനിൽ നിന്ന് ഒളിച്ചു വെക്കാൻ എനിക്കൊന്നുമില്ല. എന്നെ കൊല്ലാൻ ആള് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ ആദ്യം ഞാൻ വിളിച്ചത് സുധിയേട്ടനെയായിരുന്നു. പലവട്ടം ഞാൻ ശ്രമിച്ചിട്ടും സുധിയേട്ടനെ കിട്ടിയില്ല. കൊല്ലപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു.
രക്ഷിക്കണമെന്ന് പറഞ്ഞു വിളിക്കാൻ പല മുഖങ്ങളും എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതിലൊന്ന് രവിശങ്കർ സാറിൻ്റെതായിരുന്നു. വർണ്ണമൂക വിഷാദമായി ആത്മജന്മ